പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചക്കാലമായി നിലമ്പൂർ MLA PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ പൊതുമണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയ ചലനം ഈ പോരാട്ടം അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ വേറൊരു സ്ഥലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊരല്പം വിശദമായി നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി ഇവിടെ ഇരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇനി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ PV അൻവർ ഈ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ദിവസവും അതിന് പിറ്റേ ദിവസവും വളരെ പ്രധാനപ്പെട്ട 2 ദിവസങ്ങളായിരുന്നു. ആരെ സംബന്ധിച്ചിടത്തോളം? CPM-നെ സംബന്ധിച്ചിടത്തോളം. CPM-ൻ്റെ അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് മുമ്പുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസവും ആരംഭിക്കുന്ന ദിവസവുമാണ് നിലമ്പൂർ MLA PV അൻവർ ഈ ADGP അജിത് കുമാറിനെതിരെയും ഈ P ശശിക്കെതിരെയും ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന് ഞാൻ അന്നു തന്നെ സൂചിപ്പിച്ചിരുന്നു. നമുക്കറിയാം, CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ നടപടിക്രമങ്ങൾ വളരെ ബൃഹത്താണ്. 10-35,000 ബ്രാഞ്ച് ഉണ്ട് അവർക്ക്. 5-5.5 ലക്ഷത്തോളം പാർട്ടി അംഗങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാം പങ്കെടുക്കുന്ന ഒരു നടപടിക്രമമാണ് അവരുടെ സമ്മേളന നടപടിക്രമം. അത് വളരെ സുതാര്യമായിട്ടാണോ നടക്കുന്നത്, അതിൽ വരേണ്ടവരാണോ അതിൻ്റെ നേതൃത്വത്തിൽ വരുന്നതെന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. ഒക്കെ അവിടെ നിന്നോട്ടെ. അതൊക്കെ ഉള്ളപ്പോഴും ഒരു 5-6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളന പ്രക്രിയയുണ്ട് CPM-ന്. ആ പ്രക്രിയ ആരംഭിക്കുന്നത് ബ്രാഞ്ച് സമ്മേളനത്തോടു കൂടിയാണ്. CPM-ന് ഏതാണ്ട് 10-35,000 ബ്രാഞ്ചുകളുണ്ട്. ഏതാണ്ട് 5-5.5 ലക്ഷം പാർട്ടി അംഗങ്ങളുണ്ട്, പാർട്ടി അനുഭാവികളുണ്ട്. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി പങ്കെടുക്കുന്ന വലിയൊരു നടപടിക്രമമാണ് CPM-ൻ്റെ ഈ സമ്മേളന നടപടിക്രമം. ആ നടപടിക്രമം, ആ ബ്രാഞ്ച് സമ്മേളനം ആരംഭിച്ച ദിവസവും അതിൻ്റെ തലേ ദിവസവുമാണ് PV അൻവർ ഈ ബോംബ് പൊട്ടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതെങ്ങനെയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഇത് എന്ത് പ്രത്യാഘാതമാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടത് സുഹൃത്തുക്കളെ. നമ്മൾ ഈ പശ്ചാത്തലത്തിൽ ചില പശ്ചാത്തലവും കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. നമുക്കറിയാം, ജൂൺ 4-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ആ ഫലം വന്നതിനെ തുടർന്ന് വലിയ പരാജയം CPM-ന് നേരിട്ടു. ആകെ 20-ൽ 1 സീറ്റിലാണ് CPM-ന് ജയിക്കാൻ കഴിഞ്ഞത്. ബാക്കി സീറ്റുകളിൽ മുഴുവൻ തോറ്റു. ആ തോൽവിയെ തുടർന്ന് വലിയ തോതിലുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ നടക്കുകയുണ്ടായി. ആ ചർച്ചകളുടെ ഒക്കെ തന്നെ പ്രഭവ കേന്ദ്രം പിണറായി വിജയനായിരുന്നു എന്ന് നമുക്കറിയാം. പിണറായി വിജയൻ്റെ നിലപാടുകളും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സർക്കാർ എടുത്ത നിലപാടുകളും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പ് എടുത്ത നിലപാടുകളും ഒക്കെ തന്നെ പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ദയനീയ തോൽവിയിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ള വലിയ തോതിലുള്ള ചർച്ചകൾ അന്ന് നടന്നിരുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ് അതിനെക്കുറിച്ച്. പാർട്ടിക്കകത്തും പുറത്തും ഒക്കെ ചർച്ച നടന്നു. പാർട്ടി തിരുത്തും എന്ന് പറഞ്ഞു. തിരുത്തിയേ മതിയാവൂ എന്നുള്ള നിലയിൽ കേന്ദ്ര കമ്മിറ്റി ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു. അത് സംസ്ഥാന കമ്മിറ്റിയിൽ ആ റിപ്പോർട്ട് ആവർത്തിച്ചു. അതിനെ തുടർന്ന് അത് ലഘുലേഖയായി അത് താഴോട്ട് പോയി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ബ്രാഞ്ചിൽ മുഴുവൻ അത് ചർച്ച ചെയ്തു. അതൊക്കെ നമ്മൾ കണ്ടതാണ് സുഹൃത്തുക്കളെ. ആ ചർച്ചകളുടെയൊക്കെ തന്നെ പ്രഭവ കേന്ദ്രം യഥാർത്ഥത്തിൽ പിണറായി വിജയനായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. പിണറായി വിജയൻ്റെ നടപടികളാണ് പാർട്ടിയെ ഇത്രയും വലിയൊരു തോൽവിക്ക് കാരണമാക്കിയത് എന്ന് ഉള്ള ചർച്ച അന്ന് വളരെ വ്യക്തമായിരുന്നു. അന്ന് പല നേതാക്കന്മാരും നേരിട്ടും ഒക്കെ തന്നെ പരോക്ഷമായൊക്കെ തന്നെ പിണറായി വിജയൻ്റെ പങ്കിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ തന്നെ നമുക്കറിയാം. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടന്ന ചർച്ചകളിൽ തന്നെ പാർട്ടിക്ക് ഇത്രയും വലിയ ദയനീയ പരാജയം ഏൽക്കാനുള്ള കാരണം പിണറായി വിജയൻ്റെ നടപടികളായിരുന്നു എന്നുള്ള ചർച്ച പാർട്ടിക്കകത്ത് വിജൃംഭിച്ച് നിൽക്കുമ്പോഴാണ് വീണ്ടും പിണറായി വിജയനെ പ്രതിസന്ധിയിലാക്കുന്ന, വീണ്ടും പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കുന്ന ചർച്ച പാർട്ടി സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് തലേ ദിവസം തുടങ്ങുന്നതെന്നും വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞെന്താ, ഇനി ഈ ആരോപണം വന്നില്ലായിരുന്നുവെങ്കിൽ പോലും പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പിണറായി വിജയൻ വലിയ തോതിൽ വിമർശിക്കപ്പെടുമായിരുന്നു. നമുക്കറിയാമല്ലോ, പാർട്ടി തോറ്റുകഴിഞ്ഞ് നടന്ന ചർച്ചകളിൽ, പാർട്ടിക്കകത്തൊക്കെ നടന്ന ചർച്ചകളിലൊക്കെ തന്നെ പിണറായി വിജയൻ വലിയ തോതിൽ വിമർശിക്കപ്പെടുകയുണ്ടായി. പിണറായി വിജയനെതിരെ ഒരു വാക്ക് പോലും പറയാൻ തയ്യാറാകാതിരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മുതൽ താഴെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വരെ പാർട്ടിയുടെ തോൽവിയിൽ പിണറായി വിജയനുള്ള പങ്കിനെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എല്ലാ ജില്ലാ കമ്മിറ്റിയിലും പിണറായി വിജയനെതിരെ ചർച്ച, പുറത്ത് CPI-ക്കകത്ത് പിണറായി വിജയനെതിരെ ചർച്ച. ഇതെല്ലാം ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ വളരെ സജീവമായി നിന്ന സാഹചര്യത്തിലാണ് പാർട്ടി സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പും തുടങ്ങുന്ന ദിവസവും ഈ P ശശിക്കെതിരെയും MR അജിത് കുമാറിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്.
ആരോപണങ്ങൾ ഉയർന്നു എന്ന് പറഞ്ഞാൽ ആരോപണങ്ങൾ ഉയർത്തിയ ഒരു ഭരണകക്ഷി MLA ആണ്. 2, ആരോപണങ്ങൾ കാര്യകാരണസഹിതമാണ് ഉയർന്നിരിക്കുന്നത്. ആ ആരോപണങ്ങൾ എന്താ? പോലീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഭാഗമാണെന്നുള്ള ആരോപണം. അതുപോലെ തന്നെ PCCക്കെതിരായിട്ടുള്ള ആരോപണം പാർട്ടിയിൽ നേരത്തെ തന്നെ വളരെ സജീവമാണ്. സ്വാഭാവികമായും അത് പിണറായി വിജയന് വലിയ ദോഷമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ? ഇപ്പോൾ സുജിത് ദാസിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. MR അജിത് കുമാറിനെയും ഈ പറഞ്ഞതുപോലെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റുമെന്നുള്ള നിലയിലുള്ള ഇത് കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അയാളെ മാറ്റിക്കഴിഞ്ഞിരിക്കാൻ പോലും സാധ്യതയുണ്ട്. PV Anwar ഉയർത്തിയിട്ടുള്ള ഈ ആരോപണങ്ങൾ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് പിണറായി വിജയനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പാർട്ടി സമ്മേളനങ്ങൾ ഇപ്പോൾ തുടങ്ങി. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലും പിണറായി വിജയനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പാർട്ടിയിലെ വേറൊരു വിഭാഗം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ വിമർശനങ്ങൾ ഇപ്പം PV Anwar താൻ വിമർശിക്കുമ്പോൾ പിണറായി വിജയനെ മാറ്റി നിർത്തി പിണറായി വിജയൻ മാന്യനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും PV Anwar ഉയർത്തിയിട്ടുള്ള ഈ ആരോപണങ്ങൾ ഏറ്റവും ഗുരുതരമായി ബാധിക്കാൻ പോകുന്നത് പിണറായി വിജയനെയാണ്, പിണറായി വിജയൻ്റെ നിലനിൽപ്പിനെയാണ്, പിണറായി വിജയൻ്റെ നയങ്ങളെയാണ്. ഈ വിഷയങ്ങൾ മുഴുവൻ വലിയ തോതിൽ താഴെത്തട്ടിൽ ചർച്ച ചെയ്യപ്പെടും. താഴെത്തട്ടിലെ ബ്രാഞ്ച് മെമ്പർമാർ ഇത് വലിയ തോതിൽ വിമർശനപരമായി ചർച്ച ചെയ്യപ്പെടും. ആ ചർച്ച മുകളിലേക്ക് വരും. ഒരുപക്ഷേ സംസ്ഥാന സമ്മേളന ഒക്കെ ആകുന്ന സമയത്ത് ഈ ആരോപണങ്ങൾ പിണറായി വിജയൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിലനിൽപ്പിനെ തന്നെ ഏറ്റവും ദോഷകരമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നത്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാനുള്ള ഡെവലപ്മെൻറ്റുകളും പിണറായി വിജയന് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. കാരണം CPM ഇത് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും CPM ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നതും പിണറായി വിജയനെതിരാണ്. കാരണം അതും പാർട്ടി സമ്മേളനങ്ങളിൽ അത് പ്രതിഫലിക്കും. അതുപോലെ തന്നെ ADGP അജിത് കുമാറും PCCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എന്തൊക്കെ വെളിപ്പെടുത്തലുകളാണ് വരിക എന്ന് നമുക്കറിയില്ല. അപ്പോൾ PCCക്കെതിരെ തൻ്റെ പോരാട്ടം അൻവർ കടുപ്പിച്ചിട്ടുണ്ട്. അൻവറിൻ്റെ കയ്യിൽ ഒരുപാട് ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഇനിയും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് പുറത്തേക്ക് വരികയും കൂടെ ചെയ്താൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രിയുടെ നിലനിൽപ്പ് വലിയ തോതിൽ അപകടത്തിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഒരുപക്ഷേ പിണറായി വിജയൻ്റെ പാർട്ടിയിലെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ആ സംഭവവികാസങ്ങൾ വളർന്നു വികസിച്ചാലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. സംസ്ഥാന സമ്മേളനമൊക്കെ നടക്കുന്ന സമയമാകുമ്പോൾ ഒരുപക്ഷെ ഈ വിഷയം വലിയ തോതിൽ കത്തിപ്പടരുന്നൊരു വിഷയമായി മാറാനുള്ള സാധ്യതയുണ്ട്. അത് ആത്യന്തികമായി പിണറായി വിജയൻ്റെ പിടി പൂർണ്ണമായും ഇല്ലാതാക്കുന്നിടത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.